കണ്ട ഈ പടവലം കണ്ട ഈ പന്തിലൊക്കെ ഉണങ്ങിപ്പോയി കണ്ട വേണ്ട എല്ലാം ഉണങ്ങിപ്പോയി. ടോം ചേട്ടു ഇതെന്തെങ്ങനെ ഇത് പൊട്ടിക്കാണ്ട് ഉണങ്ങിപ്പോയതാണോ? ഒരു മാസം മുന്നേ ഇതിൻ്റെ ഒരു വീഡിയോ 1-2 പ്രാവശ്യം ഇട്ടുണ്ടായിരുന്നു. ഇതൊന്ന് നമുക്ക് കൃഷി ചെയ്തതിൻ്റെ ഗുണം നമുക്ക് കിട്ടി. രണ്ടാമത് ഇതിന് വില കുറവായതുകൊണ്ട് കടകളിൽ കൊണ്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിക്കുന്ന കൂലിയും കൊണ്ടുപോകണ കൂലിയും പെട്രോളിൻ്റെ കാശ് കൂടി നോക്കുമ്പോൾ നമുക്കൊന്നും കിട്ടാനില്ല. അപ്പം അതിൻ്റെ പേരിൽ അത് പൊട്ടിക്കുന്നത് നിർത്തിയതാണ്. അതുകൊണ്ട് കുറേ നശിച്ച് ഇങ്ങനെ കിടക്കണതാണ്. അതുകൊണ്ടാണ് ഇത് പൊട്ടിക്കാണ്ടിട്ടാണ്. നമ്മൾ കൊണ്ടുകൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വില കിട്ടില്ല, വിൽക്കുമ്പോഴോ പൊന്നിൻ്റെ വിലയ്ക്ക് വിൽക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ അതങ്ങനെ നിർത്തി വെച്ചതാണ്. ഈ കാണുന്നൊക്കെ അതുകൊണ്ട് നിർത്തിയതാണ്. അടിയിൽ മത്ത വിരിച്ചിട്ടുണ്ടല്ലേ സുഹൃത്തുക്കളെ? ഇത് വെള്ളരി. നിങ്ങളെ ഒരു മാസം മുന്നേ ഇതിന്റെ ഒരു വീഡിയോ നിങ്ങളെ കാട്ടി തന്നിട്ടുണ്ട്. അത് അപ്പുറത്തെ പാടത്തല്ലേ നമ്മൾ പോയത്? അത് വേറെ അവിടെ ഉണ്ടായി ഇവിടെ ഉണ്ടായി. ഇത് ഉണ്ടായി കിടക്കുന്നതിന്റെ ഉണ്ടാവുന്നതിന്റെ ഒരു ഇത് കൃഷി ചെയ്തതിന്റെ ഇത് കടക്കി ഇടുന്ന വളത്തിന്റെ എല്ലാം നിങ്ങളെ കാട്ടി തന്നിട്ടുണ്ടായി. അപ്പൊ ഇപ്പൊ ഇത് കണ്ടില്ലേ, വെള്ളരിക്ക് ഇതേ കിടക്കണ്ട. ഈ തോട്ടത്തിൽ ഉണ്ടായിരിക്കണ വെള്ളരിക്കാണ് ഇത്. നിങ്ങളോട് അന്ന് പറഞ്ഞിരുന്നു ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും നിങ്ങളെ കാട്ടി തരുന്നത്. കുമ്പളങ്ങയുണ്ട്, വെള്ളരിയുണ്ട്. വെള്ളരി കുമ്പളങ്ങയുണ്ട്. അതിൽ 2 ഞാൻ പൊട്ടിക്കാൻ പോവാ കേട്ടാ. 2 കത്തി വയ്ക്കാൻ പോവാ. കാന ഇതാണ് ഇപ്പൊ പൊട്ടിച്ചാണ് കുമ്പളങ്ങ. ഇതേ അതുപോലെ തന്നെ വെള്ളരി ഇപ്പൊ പൊട്ടിക്കാൻ പോവാ. പിടിച്ചോ കട്ട് വെള്ളരിയും പൊട്ടിച്ചു. അപ്പുറത്തുണ്ട്. അപ്പൊ പൊട്ടിക്കുന്നു ചേട്ടാ. ഇതിപ്പോ ഞാനിവിടെ വന്നപ്പോൾ ഒരാൾ ഫോൺ ചെയ്ത് വെച്ചാൽ ഈ വെള്ളരിയും കുമ്പളങ്ങ ഉണ്ടോന്ന് നോക്കിയിട്ടുണ്ടായില്ല. സുഹൃത്തുക്കളെ, ഇത് രണ്ടും കൂടി ഇരിക്കട്ടെ. വേറൊരു കാര്യം നിങ്ങളെ കാറ്റാണ്. ഓണം അടുത്ത് വരികയാണ്. 4 മാസം കൂടി ഉണ്ട്. ഓണത്തിൻ്റെ മുന്നോടിയായിട്ട് ഈ തവണ ഓണത്തിന് ചേന കൈ പൊള്ളും തൊട്ടാൽ അതേ കാലാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പം ചേന ഓണത്തിന് വേണ്ടി ഇതൊരു 2-3 കടിയുള്ളൂ. ഇവിടെ വേറെ താഴെയുണ്ട്. അപ്പോൾ അതിൻ്റെ കടയ്ക്ക് വളമിട്ട് നിർത്തിയേക്കുന്നതാണ് ഈ ചേന. ഇത് ഓണത്തിന് നിങ്ങളുടെ കൈകളിലേക്ക് തരുന്നതിന് വേണ്ടിയാണ്. ഇത് വെറുതെ പറയുന്നതല്ല, നിങ്ങളെ കാട്ടിത്തരം നിങ്ങൾ കാണാനും മനസ്സിലാക്കാനും വിലയിരുത്തുന്നതിന് വേണ്ടിയാണ്. ഇത് ഓണത്തിന് നിങ്ങൾക്ക് തരാനുള്ളതാണ്. ചേട്ടോ, ഈ വാഴ കുറച്ച് പഴുത്ത് നിൽക്കണൊക്കെ ഇത് വെട്ടാനപ്പോൾ വന്നതാണ്. കിളി കൊത്തിയുണ്ട് കേട്ടോ. ഇത് വെട്ടാനപ്പോൾ വന്നതാണ്. സുഹൃത്തുക്കളെ, സമയക്കുറവുകൊണ്ട് നോക്കാനും സമയമില്ല, അന്വേഷിക്കാനും സമയമില്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ കിടക്കണം. നിങ്ങളിത് കാണാൻ വേണ്ടിയാണ് നിങ്ങളെ കാട്ടി തരുന്നത്. കേട്ടാ, വെറുതെ പറയല്ല. അത് ഏത് വെട്ടാൻ പോണത് കാണാ. ഇനി പിണ്ടി കറി വയ്ക്കാൻ പറ്റുമോ ചേട്ടാ? ഈ ഇപ്പം വെട്ടി വാഴയുടെ പിണ്ടി കറി വയ്ക്കാൻ പറ്റുമോ? അന്നൊരു പീസ് വെട്ടി.
പിണ്ടിക്ക് കഷ്ടം വെട്ടാൻ പോകുന്നു. ഇത് കെട്ടി പരിപ്പിട്ട് കറി വെച്ചോ? ആ പിണ്ടി വെട്ടിയിട്ടുണ്ട്. ഇന്നത്തെ കറി ചേട്ടന് പരിപ്പ് മേടിച്ചിട്ട് അങ്ങോട്ട് പിടയ്ക്കാത്. പിണ്ടി കിട്ടേ ഒരു കൃത്യമോ ഒന്നും ചെയ്യാത്ത ഒരു വളടാത്ത വെറുതെ കുഴിച്ചിട്ട് അതിൻ്റെ പിണ്ടിയാണ് എടുക്കുന്നത് സുഹൃത്തുക്കളെ. ഇന്ന് കറി വയ്ക്കാൻ എടുക്കാൻ പോകണം. ഇന്നത്തെ കറിക്കുള്ള സാധനം ഈ എടുക്കണം. ഇങ്ങനെയുള്ള സാധനങ്ങൾ അരിഞ്ഞ് കറി വെച്ച് കഴിക്കുക. ഒരു അസുഖം ഉണ്ടാവില്ല. അത് എന്താ ഇല്ല ഇതാണ് കറി വയ്ക്കാൻ കൊണ്ടുപോകണേ. എന്തായാലും വേണ്ടില്ല. അതെ ഷുഗർ നോക്കണ്ട. അതേ കണ്ടേ ഇണ്ടാ. എന്നാ ഒരെ തിന്നടാ രവിയെ. എന്താ ഇവനെയാണ് തിന്നണ്ടേ. കണ്ടാ കുറേ കിളി തിന്ന് പോയതാ. എന്താ കിളിക്കൾക്കും തിന്നണ്ടേ. കൈമ ചെളികൾ കൊണ്ട് തുണ്ടുളിയാത്ത അവിടെ കൊണ്ടൊരു തുണ്ടുളിയാ. ഞാനും തിന്നാൻ പോവാ.